എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഹാപ്പി മദേഴ്സ് ഡേ. എല്ലാ കൂട്ടുകാർക്കും മദേഴ്സ് ഡേ ആശംസിക്കുന്നു കൂട്ടുകാരെ. എല്ലാവരും അവരവരുടെ അമ്മമാരെ ഇന്ന് ചേർത്ത് പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് വളരെ സ്നേഹിക്കേണ്ടുന്നൊരു ദിവസമാണ്. കാരണം നമുക്ക് നമ്മുടെ അമ്മയെല്ലാം കൂടെ ഉള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല. നമ്മളത് മരിച്ചു കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്ക് ഇല്ലാതെ വരുമ്പോഴാണ് അത് എത്രമാത്രം പ്രഷ്യസ് ആയിരുന്നു നമുക്ക് അതിൻ്റെ ആ വിഷമവും അതിൻ്റെ ബുദ്ധിമുട്ടും മനസ്സിലാകുന്നത്. അതുകൊണ്ട് എല്ലാ മക്കളും അവരവരുടെ അമ്മയെ നല്ല പോലെ സ്നേഹിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാം ചെയ്ത് കൊടുത്ത് അവർക്ക് കുറച്ച് കുഞ്ഞുനാളിൽ നമ്മളെ അവർ നല്ല പൊന്നുപോലെ നോക്കി കണ്ണും കൈയും കാലും എല്ലാം വളരുന്നുണ്ടോയെന്ന് നോക്കി നമ്മളെ ഇങ്ങനെ കെയർ ചെയ്ത് ഓമനിച്ച് ലാളിച്ച് സ്നേഹിച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ മുതിർന്ന് ഒരു കുറേ പക്വതയാകുമ്പോൾ നമ്മൾ കുട്ടികളെല്ലാവരും അവരെ ഈ പേരൻസ് അല്ലെങ്കിൽ അമ്മ പറയുന്നതെല്ലാം കേട്ട് വീട്ടിൽ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുത്ത് അവരെ എങ്ങനെ ഹാപ്പി ആക്കാം എന്ന് ചിന്തിച്ച് എന്താണ് ചെയ്യേണ്ടുന്നത്, അവരുടെ ആവശ്യം എന്താണ്, അവരെ എങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം, ഇങ്ങനെയെല്ലാം ചിന്തിച്ച് അങ്ങനെയുള്ള നല്ല ഇതോടുകൂടി വേണം കൊച്ചു കൂട്ടുകാരെല്ലാം വളരേണ്ടുന്നത്. കാരണം ഇത് ഉള്ളപ്പോൾ നമുക്കതിൻ്റെ വില അറിയത്തില്ല. നമ്മളെ ഓരോ കാര്യങ്ങളും ഇത്ര ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി നമ്മളെ ശ്രദ്ധിക്കാൻ അമ്മമാർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി തന്ന് എവിടെങ്കിലും പോയാൽ അവർക്ക് ടെൻഷൻ. മക്കൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ താമസിക്കുകയാണെങ്കിൽ അപ്പോഴ് അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ. അയ്യോ മോനോ അല്ലെങ്കിൽ മോള് വരുന്നോ, ഇനി എപ്പോഴാണ് എന്താ എന്നൊക്കെയുള്ള ടെൻഷൻ. അങ്ങനെ നമ്മളെ കെയർ ചെയ്യാനും നമ്മളെപ്പറ്റി വേവലാതി ഉള്ളതും ഈ അമ്മമാർക്ക് ആണ് കൂടുതലും. എല്ലാ കൊച്ചു കുട്ടികളും അതുകൊണ്ട് കുട്ടികളായാലും മുതിർന്ന് പക്വതയായാലും നമ്മളുടെ അമ്മയാണ് ഏറ്റവും അധികം സ്നേഹിക്കേണ്ടുന്നത്. അമ്മയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അമ്മയ്ക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കാനും അങ്ങനെയുള്ള ഒരു മൈൻഡ്, ആ ആറ്റിറ്റ്യൂഡ് എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കിയെടുക്കണം. അത് ഇപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരും നല്ല പോസിറ്റീവായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ട് ഇനി ഉള്ള നാളുകളിൽ ഞാൻ അമ്മയ്ക്ക് വേണ്ടുന്നതെല്ലാം ചെയ്യും, അമ്മ എൻ്റെ ദൈവമാണ്, അമ്മയാണ് എന്നെ ഇത്രയൊക്കെ ആക്കി ഇങ്ങനെ എൻ്റെ ഇഷ്ടങ്ങൾക്കല്ല, അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് ആരാണ്? എപ്പോഴും നമ്മുടെ അമ്മയായിരിക്കും എന്ന ഒരു ചിന്തയും കുട്ടികളിൽ ഉണ്ടാവണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു മദേഴ്സ് ഡേ ആണ് ഇന്ന്. അതുകൊണ്ടാണ് ഇന്ന് അത് പറഞ്ഞത്. പിന്നെ ഇന്ന് സൺഡേ അല്ലായിരുന്നു, അത് കാരണം ഞാനിന്ന് വൈകുന്നേരം കുളിച്ച് ഇവിടുത്തെ ജോലികളെല്ലാം കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ പോയി തൊഴുതു. പിന്നെ വന്ന് വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് സമയം ഇവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്കൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. ഇന്ന് മദേഴ്സ് ഡേ ആണെന്ന് ഞാൻ അങ്ങോട്ട് അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ക്ലബ്ബുണ്ട്, അവിടെ ഈ മദേഴ്സ് ഡേയുടെ കുറേ ആഘോഷങ്ങളൊക്കെ നടക്കുന്നു. കുറേ ആളുകളെല്ലാം നിന്ന് അവിടെ പ്രസംഗിക്കുകയും എല്ലാം ചെയ്യുന്നു. നമ്മളിവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് അതിൻ്റെ നോട്ടീസ് കിട്ടിയില്ല, അത് കാരണം അറിഞ്ഞില്ല. നമ്മളങ്ങനെയൊക്കെ പോയി നമ്മൾ കുറേ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ അറിവുകളാണ് കിട്ടുന്നത്. പല ആളുകൾക്കും പല രീതിയിലുള്ള കാര്യങ്ങളറിയാം. അതെല്ലാം പലരിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ നല്ല അറിവുള്ള ആളുകളായി മാറും. അങ്ങനെ അറിവ് കിട്ടണമെങ്കിൽ ഇതുപോലുള്ള പ്രസംഗങ്ങളും പൊതു സദസ്സുകളിലൊക്കെ പോയി പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങളുണ്ടാവും. നല്ല മിടുക്കരായിട്ട് വളരും. നമ്മുടെ ആ ക്ലബ്ബിൽ തന്നെ PSCയുടെ കോച്ചിങ്ങൊക്കെ നടത്തുന്നുണ്ട് ഞായറാഴ്ച. അതിന് താല്പര്യമുള്ള കൂട്ടുകാർക്ക് അവിടെ പോയി അത് പഠിക്കാം. എല്ലാത്തിനും ഒരു മനസ്സാണ് വേണ്ടുന്നത്. നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും
നമ്മൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യം ഞാൻ ഇന്ന് ഇത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇന്ന് മുതൽ ഇത് തുടങ്ങും, എനിക്കിത് നേടിയെടുത്തേ പറ്റൂ എന്ന് നമ്മൾ എന്ന് തൊട്ട് ചിന്തിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നോ അപ്പോഴും നമ്മളെ കൂടെ ദൈവം കാണും. നമുക്ക് അതിന് പ്രയത്നിക്കാനുള്ള മനസ്സാണ് വേണ്ടുന്നത്. ആ മനസ്സുണ്ടെങ്കിലേ നമുക്ക് നേടാൻ പറ്റൂ. അല്ലാതെ മറ്റുള്ളവർ നേടിയത് കണ്ട് നമ്മൾ കൊതിച്ചിട്ട് കാര്യമില്ല. നമുക്കിത് കിട്ടണമെന്ന് നമ്മൾ മനസ്സിൽ പറഞ്ഞ് പഠിപ്പിക്കണം. എന്നിട്ട് അതിനനുസരിച്ച് പോരാടണം. എന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. പിന്നെ ഇന്ന് ഫുഡ് കഴിക്കാൻ സമയമായി വരുന്നു. ഫുഡ് കഴിക്കണം. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല കൂട്ടുകാരെ. ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അത്ര ആളുകളൊന്നും കണ്ടിട്ടില്ല. എല്ലാവരും ചെയ്യുന്നു. അതുകൊണ്ട് ഞാനും ഒരെണ്ണം നോക്കിയതാണ്. ഒരു വെറൈറ്റി ആകട്ടെ എന്ന് വിചാരിച്ചാണ്. എല്ലാ കൂട്ടുകാരും വീഡിയോസൊക്കെ കാണണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ടുണ്ടെങ്കിലേ എനിക്കിനിയും വീഡിയോസ് ഇടാനൊരു ഇൻസ്പിറേഷൻ ആകത്തുള്ളൂ കൂട്ടുകാരെ. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് എല്ലാം കാണണം. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ SSLC പരീക്ഷയുടെയൊക്കെ +2 എല്ലാ റിസൾട്ട് വന്ന് എല്ലാ കൂട്ടുകാരും നല്ല മാർക്ക് കിട്ടിയവരും ജയിച്ചവരും എല്ലാവർക്കും നല്ല വിജയാശംസകൾ. ഇനിയും പുതിയ കോഴ്സുകളിലൊക്കെ ചേർന്ന് എല്ലാ കൂട്ടുകാരും പഠിച്ച് മിടുക്കരായി ഈ സമൂഹത്തിൻ്റെ നല്ല പൗരന്മാരായിട്ട് വളർന്നു വരണം. ഇനി വേറെ പ്രത്യേകിച്ച് ഇന്ന് വിശേഷങ്ങളൊന്നുമില്ല. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്. പുതിയ വീഡിയോയുമായിട്ട് നാളെ കാണാം. ഓക്കെ.